നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. ഞങ്ങളെ കോഴിക്കോട് എയർപോർട്ടിനടുത്തുള്ള കൊണ്ടോട്ടി എയർപോർട്ടിനടുത്തുള്ള ഉമ്മിണിപ്പറമ്പ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് സ്കൂളിലേക്കാണ് പോകുന്നത് കേട്ടോ. അവിടെ ഞങ്ങൾ ബഡ്ഡിംഗ് ഗ്രാഫ്റ്റിംഗ് ലെയറിങ് 7ാം ക്ലാസ്സിലെ പാഠ്യ പദ്ധതി അനുസരിച്ചുള്ള അതിൻ്റെ ഒരു പ്രാക്ടീസ് അവിടുത്തെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകണം. അപ്പോൾ കുറച്ച് തയ്യെടുത്തതാണ് അവർ കുട്ടികൾക്ക് ഒരു സമ്മാനമായിട്ട് വെറുതെ കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അവിടെ പോയപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുക? നമ്മൾ ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും പറഞ്ഞു കൊടുക്കുക, ഗ്രാഫ്റ്റിംഗ് ലെയറിങ്ങൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ കാർത്തികിന് അതുകൊണ്ട് വല്ല പ്രശ്നമുണ്ടോ? എനിക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും, പിന്നെ എനിക്ക് കുറച്ച് അറിയാത്തൊക്കെ ഞാൻ എനിക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. 7ാം ക്ലാസ്സിലാണ് കാർത്തികിന്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ട്. അപ്പൊ അത് ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക, പിന്നെ അവിടുത്തെ കുട്ടികൾക്കൊന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഞങ്ങളെ കുമ്മിണിപ്പറമ്പ് സ്കൂളിലെത്തിയിട്ടാ. യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകർ കാത്തു നിന്നായിരുന്നു. അവർ ഞങ്ങളെ വണ്ടിയിൽ സ്കൂളിലെത്തിച്ചു. അങ്ങനെ ഞങ്ങൾ ക്ലാസ് തുടങ്ങി. HM ജിഷ ടീച്ചർ പദ്ധതി വിശദീകരണം നടത്തി. മൂസിന ടീച്ചർ കേട്ടോ സ്വാഗതം പറഞ്ഞത്. പിന്നെ ഈ കുട്ടികളെ ഗ്രൂപ്പ് ആക്കിയിട്ടേ ഓരോ 4 ഡെസ്ക് കൂടിയിട്ടുള്ള ഭാഗങ്ങളിൽ ഓരോ ടീച്ചർമാരെ നിർത്തിയായിരുന്നു കേട്ടോ. അതിന് ഞങ്ങളെ സഹായിച്ച ഗ്രൂപ്പ് ലീഡർമാരായിട്ടുള്ള അഷ്റഫ് സാറ്, ശാന്ത ടീച്ചർ, പ്രണവ് സാറ്, മജീദ് സാറ്, മുൻഷിദ ടീച്ചർ, സ്വാതി ടീച്ചർ, ഫാസിൽ സാറ്. പിന്നെ കുട്ടികളോട് അത്ര രസകരമായി ഇടപഴകിയിട്ടുള്ള കുറച്ച് വേറെ അധ്യാപകരെ കണ്ടു കേട്ടോ. വൈശാഖ് സാറ്, ഹബീബ ടീച്ചർ, പൃഥ്വിരാജ് സാറ്, അമീൻ സാറ്. എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് കുട്ടികളുടെ ഒപ്പം നിന്ന് ചെയ്യാണ്ടായിരുന്നു. പിന്നെ എൻ്റെ മകൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവനും ഈ വെഡ്ഡിംഗ് ക്രാഫ്റ്റിംഗ് അറിയുന്നതുകൊണ്ട് അവനും ഈ കുട്ടികൾക്ക് ഇത് സഹായിച്ചു കൊടുക്കാൻ നിന്നു. ചെറിയ ഒരാളും കൂടി ഉണ്ടായിരുന്നു. അവരവിടെ മുറ്റത്ത് ഓടി നടക്കുകയായിരുന്നു. പിന്നെ ഈ കുട്ടികളൊക്കെ എന്നെ കുറെ പ്രാക്ടിക്കലിനൊക്കെ കുറെ സഹായിച്ചു. അവരെ വെച്ചിട്ടാണ് ഞാൻ ഈ പ്രാക്ടിക്കൽ കാണിച്ചു കൊടുത്തത്. ആ ദേവാനന്ദ്, അശ്വന്ത്, ഷാമില്, ദിയ കൃഷ്ണ, നിപുൺ ദേവ്, ഫാത്തിമ തൻഹ, ആയിഷ ലിഫ, നിയ കൃഷ്ണ, ഈ കുട്ടികൾക്കൊക്കെ ഞാൻ ഓരോ വിത്തും ചെടികളൊക്കെ ആയിട്ട് സമ്മാനങ്ങളൊക്കെ കൊടുത്തുട്ടാ. പിന്നെ കോഴിക്കോട് പാലക്കാട് റൂട്ടിലൂടെ ബസ് പോകുന്നത് പോലെ ഞങ്ങളെ തലയുടെ മേലെ കൂടെ ഇടയ്ക്കിടയ്ക്ക് വിമാനങ്ങൾ പോകുമ്പോൾ ഞങ്ങളെ പിള്ളേർക്ക് ഒരു കൗതുകമായിരുന്നു. അവിടുത്തെ സ്കൂളിലെ കുട്ടികൾക്ക് അത് സ്കൂൾ ബസ് കാണുന്ന പോലുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഏതായാലും വളരെ ആക്റ്റീവായിട്ട് ഇത്രയും മനോഹരമായിട്ട് ഇത്രയും അധികം കുട്ടികൾ ഒന്നിച്ചിരുത്ത് വെഡ്ഡിംഗ് ക്രാഫ്റ്റിംഗ് ലെയറിങ് ഞാൻ നടത്തുന്നത് ആദ്യമായിട്ട് കേട്ടോ. 250-ലേറെ കുട്ടികളുണ്ട് തോന്നുന്നു. ഏതായാലും അവിടുത്തെ ടീച്ചർമാരുടെ ആ താല്പര്യം, അവരെല്ലാവരും ഈ കുട്ടികൾക്ക് ഈ കൃഷി പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറായിരുന്നു. ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. അങ്ങനെ ഞങ്ങൾ യൂണിവേഴ്സിറ്റി ബസ് സ്റ്റോപ്പിലേക്ക് ഞങ്ങൾ എത്തിച്ചു വന്നു. ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ വാങ്ങി തന്നു. ഞങ്ങൾ നാട്ടിലേക്കുള്ള ബസ് കയറി പോന്നു. ഏതായാലും ഞങ്ങളുടെ സന്തോഷം ഈ കുട്ടികളോട് കൂടി അറിയിക്കുക. ഈ പഠിച്ചത് അവർ പ്രാവർത്തികമാക്കണമെന്ന് മാത്രമേ ഈ അവസരത്തിൽ ഞങ്ങൾ പറയുന്നുള്ളൂ.